ഇന്ന് ജനുവരി 10-ാം തീയതി കൽപ്പറ്റ MLA ഏറ്റവും ഒടുവിൽ ഡേറ്റ് മാറ്റി പറഞ്ഞ് തറക്കല്ലിടുമെന്ന് ഒരു വലിയ മഹാസംഭവം വയനാട്ടിൽ നടക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ച ദിവസം കോൺഗ്രസ് ജന്മദിനമായ 2025 ഡിസംബർ 28-ാം തീയതി തറക്കല്ലിടുമെന്നായിരുന്നു അദ്ദേഹം ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. ആ പ്രഖ്യാപനം പാഴ്വാക്കായി പിന്നീട് അത് മാറ്റിക്കൊണ്ട് ജനുവരി 10 എന്ന് പറഞ്ഞു വെച്ചിരുന്നു. ആ പറഞ്ഞു വെച്ച ഈ ദിനത്തിൽ ഇന്ന് അദ്ദേഹത്തെ തന്നെ കാണാനില്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹം ടൗൺഷിപ്പിൻ്റെ പിതൃത്വം പോലും ഏറ്റെടുക്കാൻ വേണ്ടി നടന്ന ശ്രമങ്ങളെ ഒക്കെ തന്നെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പൊതുസമൂഹം അടക്കമുള്ള ആളുകളെ ഇറങ്ങി തിരിച്ചുകൊണ്ട് ചോദ്യം ചെയ്തപ്പോൾ ഇന്ന് ഈ 10-ാം തീയതിയിൽ തറക്കല്ലിടുന്നത് പോയിട്ട് ആ തറക്കല്ലിടൽ പ്രഖ്യാപിച്ച കൽപ്പറ്റ MLA കണ്ടുകിട്ടാൻ പോലീസിൽ പരാതി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ മറുപടി പറയണം. കൽപ്പറ്റയുടെ MLA നിങ്ങളടക്കം ഇരുന്നു കൊണ്ട് തയ്യാറാക്കിയ ദുരന്തബാധിതരുടെ ലിസ്റ്റുണ്ട്. കളക്ടറും അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ്, താങ്കൾ ഉൾപ്പെടുന്ന സമിതി തയ്യാറാക്കിയ ദുരന്തബാധിതരുടെ 458 പേരടങ്ങുന്ന ലിസ്റ്റ്. ആ ലിസ്റ്റിൽ പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും ഒന്നുകിൽ ടൗൺഷിപ്പിലോ അല്ലെങ്കിൽ പുറത്ത് മറ്റ് സംഘടനകളുടെയോ വീടുകൾ അവർക്ക് ധാരണയായി കഴിഞ്ഞു. അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾ കിട്ടിക്കഴിഞ്ഞു. പിന്നെ ആർക്കാണ് നിങ്ങൾ പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ കൊണ്ട് നിങ്ങൾ വീട് കൊടുക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കണം. ഏത് ലിസ്റ്റാണ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്? ദുരന്തബാധിതരുടെ ഏത് ലിസ്റ്റാണ് നിങ്ങൾ കൈവശമുള്ളത്? ആ ലിസ്റ്റ് ഏതാണ് എന്ന് വ്യക്തമാക്കാൻ കൽപ്പറ്റ MLA തയ്യാറാവണം. അതോടൊപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലമുണ്ട്, കണ്ടെത്തിയെന്നും നിങ്ങൾ രജിസ്ട്രേഷൻ കഴിയുന്നു എന്നൊക്കെ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലമുണ്ട്. കുന്നമ്പറ്റ എന്ന് പറയുന്ന പ്രദേശത്ത് ടൗണിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജനവാസമില്ലാത്ത പ്രദേശത്ത് ഏകദേശം ഫെൻസിംഗ് ഒക്കെ ഉള്ള ആ ഏരിയയിൽ 33ഓളം ആനകളുണ്ട് എന്ന് പറയപ്പെടുന്ന ഏരിയ, വന്യമൃഗശല്യമുള്ള ആ ഏരിയ, ആ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിച്ച നിങ്ങളുടെ MLA ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ കൃത്യമായ കമ്മീഷൻ വ്യവസ്ഥയിലുള്ള കച്ചവടത്തിൻ്റെ കള്ളക്കളികളിൽ ആ കള്ളക്കളിയുടെ കൂടി ഭാഗമായിട്ടാണ് ആ സ്ഥലം നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിനു കൂടി മറുപടി പറയാൻ നിങ്ങൾ തയ്യാറാവണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് ഈ സ്ഥലം എടുപ്പിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപിത താല്പര്യം എന്നുള്ളതിലടക്കം മറുപടി പറയാൻ കൽപ്പറ്റ MLA തയ്യാറാവണം. ജനങ്ങളെ ഇത്തരത്തിൽ ദ്രോഹിക്കുവാനും ജനങ്ങളുടെ പേര് പിടിച്ചെടുത്ത പണത്തിനും മറുപടി പറയാൻ നിങ്ങൾ തയ്യാറാവണമെന്നാണ് രാഷ്ട്രീയ യുവജനതാദളിന് ആവശ്യപ്പെടാനുള്ളത്.